ദൈവത്തിനു മഹത്വം. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 41 ഭാഗത്തേക്ക് ഏവരെയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. സോവിയറ്റ് യൂണിയൻ എന്ന ഒരു രാജ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ അത് പ്രവചനം നിറവേറണമെങ്കിൽ ആ സോവിയറ്റ് യൂണിയൻ എന്ന പ്രസ്ഥാനം ഇല്ലാതാകണം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പറ്റി എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നത് ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഫ്രം ഇന്ത്യ ഈവൻ ആൻഡ് ടു എത്യോപ്യ. അവിടെ 127 സംസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ബൈബിൾ സത്യത്തിനു വേണ്ടി മാത്രം നിൽക്കുന്ന സത്യഗ്രന്ഥമാണ്. യെഹെസ്കേൽ പ്രവചനം 38-39 ഈ അധ്യായങ്ങൾ നാം പഠിച്ചു കഴിയുമ്പോൾ അവിടെ ഓരോ പേരുകൾ നമുക്ക് കാണാം. സോവിയറ്റ് യൂണിയൻ എന്ന പേരില്ല. റോസ് അതിൻ്റെ ശരിയായ വാക്ക് റഷ്യ. മേശക്ക് അതിൻ്റെ ശരിയായ അർത്ഥം മോസ്കോ. തൂബേൽ അതിന് സൈബീരിയ. മാഗോഗെ മംഗോളിയ, അതാ ചൈന. മിഖായേൽ ഗോർബച്ചോവിൻ്റെ കാലത്ത് ഈ സോവിയറ്റ് യൂണിയൻ പല കഷണങ്ങളായി മാറിപ്പോയി. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലെ മനുഷ്യരാശിക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ലോകത്തിലെ മകൾ ശക്തിയായിരിക്കുന്ന സോവിയറ്റ് യൂണിയൻ പല പീസുകളായി മാറ്റപ്പെട്ടു. ഇങ്ങനെ പ്രശ്നമുണ്ടാകണമെങ്കിൽ ഒന്ന്, പുറത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകണം. അതുണ്ടായില്ല. 2, ആഭ്യന്തര വിപ്ലവം ഉണ്ടാകണം. അതും ഉണ്ടായില്ല. ഒരു സുപ്രഭാതത്തിൽ ഓരോരോ രാജ്യങ്ങളായി മാറിപ്പോയി. ചില രാജ്യങ്ങളുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നു. തുർക്കിസ്ഥാൻ, 2-ാമത്തെ കസാക്കിസ്ഥാൻ, 3-ാമത്തേത് ഉസ്ബെക്കിസ്ഥാൻ, 4 തജിക്കിസ്ഥാൻ, ലിത്വാനിയ, ലാറ്റ്വിയ, മോൾഡാവിയ, എസ്റ്റോണിയ, അർമേനിയ, അസർബൈജാൻ, ഉക്രൈൻ, ബയലോറഷ്യ എന്നിങ്ങനെ ഒരു 12 പീസുകളായി മാറ്റപ്പെട്ടു. കാരണം എന്ന് പറയുന്നത് 2600 വർഷങ്ങൾക്ക് മുമ്പേ യെഹെസ്കേൽ എന്ന പ്രവാചകൻ അവൻ അടിമയായിരുന്നപ്പോൾ അവൻ ദൈവാത്മാവിൽ കണ്ട കാര്യം എഴുതി വെച്ചത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിറവേറുക എന്ന് പറയുന്നത് മഹാത്ഭുതം ഒന്ന് മാത്രമാണ്. അടുത്തത് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരേണ്ടത് റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകണം. ഇതുവരെ റഷ്യ നേരിട്ടിട്ടുള്ള യുദ്ധം നടത്തിയിട്ടില്ല. ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് അവരുടെ രാജ്യം ഇന്ന് ഓരോന്നോരോന്നായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു 3-ാം ലോകമഹായുദ്ധം ഉണ്ടാകുമെന്ന് എല്ലാവരും പറയുന്നു, ബൈബിളും പറയുന്നു. ഈ 3-ാം ലോകമഹായുദ്ധം ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഇവരെ കൊണ്ട് പറ്റിയില്ലെന്ന് കാണുമ്പോൾ
റഷ്യ ഇസ്രായേലിനും നേരെ യുദ്ധത്തിനായി കടന്നു വരും എന്നുള്ള കാര്യം ബൈബിൾ വിളിച്ചു പറയുന്നു. ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തായിട്ടും കൂടെ റഷ്യയുടെ ഭാഗം വരും. വടക്ക് നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുമെന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നു. എന്നാൽ അതിനു മുമ്പായിട്ട് രണ്ട് ചേരികൾ ഉണ്ടാകണം. അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു ചേരി വരണം, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ചേരി വരണം. ആ രണ്ടു ഭാഗങ്ങൾ ഇപ്പോൾ അത് വ്യത്യസ്തമായ നിലവാരത്തിൽ ചേരി തിരിഞ്ഞ് നിൽക്കുകയാണ്. ഇതിൻ്റെ എല്ലാ സത്യം വിളിച്ചു പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു കൊച്ചു രാജ്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ 3/4 ഭാഗമേ ഉള്ളൂ. അവിടെ ജനസംഖ്യ എന്ന് പറയുന്നത് 1 കോടിയേ ഉള്ളൂ. ആ 1 കോടി ജനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പദ്ധതികളാണ് ഇവർ കാണിക്കുന്നത്. 1967 ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി ഈജിപ്തുകാർ മുന്നോട്ട് കടന്നു വന്നു. തലവൻ അബ്ദുൾ ഗമായേൽ നാസർ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നത് 24 മണിക്കൂറിനകം ഭൂപടത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായിരിക്കുകയില്ല. യുദ്ധം ആരംഭിച്ചു. 6 ദിവസം കൊണ്ട് ഇസ്രായേലിന് ഒരുപാട് അവരുടെ തന്നെ രാജ്യം തിരിച്ചു കിട്ടി. മോറിയ മല തിരിച്ചു കിട്ടി, ഒരൂമല തിരിച്ചു കെട്ടി, ബേദലഹം തിരിച്ച് അവർ ലഭിച്ചു. പക്ഷേ അബ്ദുൾ ഗമായേൽ നാസർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ദിവസങ്ങൾക്കകം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. അതിനെ ചുമക്കുന്നവനൊക്കെ മുറിവേൽക്കും. അതുകൊണ്ട് അടുത്തതായിട്ടുള്ള 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ സന്നാഹം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് റഷ്യയുടെ നേതൃത്വത്തിലായിരിക്കും. സമയത്തിൻ്റെ കുറവുണ്ട്. ബാക്കി നാളെ ക്ലാസ് എടുക്കാം എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം സഹായിക്കുമാറാകട്ടെ.